അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കിച്ചൺ ടിപ്സാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും കുപ്പി ഗ്ലാസ് ഉണ്ടാവുമല്ലോ. ജ്വല്ലറിയുടെ ഏതെങ്കിലുമൊക്കെ ജ്വല്ലറിയുടെ കുപ്പി ഗ്ലാസ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ജ്വല്ലറിയുടെ എഴുത്ത് മായ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുക, അതിൽ കുറച്ച് വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിൽ എഴുതിയിട്ടുണ്ടാവില്ലേ, ആ ഭാഗം മുക്കി വയ്ക്കുക. ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടതാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കുകയാണ് പോവുമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് 2-3 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ പോകുന്നത് നമുക്കറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഞാൻ വീഡിയോ കണ്ടപ്പോൾ അതിൽ പോകുന്നത് പോലെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുക്കി വെച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാവിടേക്കും ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക. പിന്നെ ഞാൻ ആ വിനാഗിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വിട്ടു ആ പ്ലേറ്റിൽ നിന്ന്. നമ്മൾ അധികമൊന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ് ഉരുട്ടിയിട്ട് ആക്കുക ചെയ്തത്. പിന്നെ ഞാൻ വെറുതെ കൈ കൊണ്ടൊന്ന് ചുരണ്ടി നോക്കി. അപ്പോൾ അധികം അങ്ങനെ പോകണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായൊരു കമ്പിച്ചേരി എടുത്തിട്ട് അതിലൊന്ന് ആ വിനാഗിരിയിലൊന്ന് മുക്കിയിട്ട് ഉരയ്ക്കുകയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അതിലൊന്നിട്ട് മുക്കിയിട്ട് നന്നായി ഉരയ്ക്കുന്നുണ്ട്. ആദ്യമൊന്നും ഉരയ്ക്കുമ്പോൾ പോകണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ നേരമായി ഉരച്ചിട്ടൊന്നും ആദ്യം പോകുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിൽ മുക്കി ഉരയ്ക്കുക, അതന്നെ പണിയുണ്ടായിരുന്നു. പിന്നെ ഉരച്ചൊരച്ചെൻ്റെ ഊപ്പാട് ഇളകി. എന്നാലും ഞാൻ കുറേ നേരം ഉരച്ചു. എന്തായാലും മുക്കി വെച്ചതല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ കുറേയൊക്കെ ഉരയ്ക്കുമ്പോൾ കുറേയൊക്കെ പോയിട്ടാണ്. പിന്നെ ആനയുടെ ചിത്രമൊക്കെ പോകാൻ കുറേ പാടുപെട്ടു. അതൊക്കെ കുറേ ഉരച്ചിട്ടാണ് പോയത്. ഞാൻ ഗ്ലാസ് കുറേ നേരമൊന്നും മുക്കി വെച്ചില്ല. കുറച്ച് നേരം, ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ കുറേ നേരം ഉരച്ച് പോകുന്നുണ്ട് കുറേയൊക്കെ. പിന്നെ ഞാൻ അധികമൊന്നും ഉരച്ചില്ല. നല്ല ക്ഷമ വേണം ഉരയ്ക്കണമെങ്കിൽ. അപ്പോൾ കുറേയൊക്കെ ഉരച്ച് പോയിട്ടുണ്ട്. ഇനി നമ്മളത് ഈ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ കമ്പിച്ചേരി കൊണ്ടൊക്കെ ഉരച്ച് കഴുകുന്ന സമയത്ത് കുറേയൊക്കെ പോവും. ഇപ്പോൾ ഒരുവിധമൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ് എടുക്കാറില്ല ജ്വല്ലറിയുടെ ഇതുള്ള കാരണം കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഉരച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എടുക്കണം. അപ്പോൾ പിന്നെ കഴുകുമ്പോൾ കുറേയൊക്കെ പോവുമല്ലോ. ഇപ്പം എത്രയൊക്കെ പോയിട്ടുണ്ട്, അധികമൊന്നും പോയിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അതിലൊക്കെ എല്ലാം പോയിണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സിലൊക്കെ. എൻ്റെ അധികം പോയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ പോയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ഞാൻ ഉരച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും പോയാലും വിചാരിച്ചിട്ടാണ് ഉരച്ചുകൊണ്ടേ ഇരിക്കണത്. വലുതായിട്ട് പോകുന്നൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി മാത്രം ഒഴിച്ചിട്ടും പിന്നെ കുറേ വെള്ളമാക്കിയിട്ടും ഞാനിപ്പോൾ വെള്ളമാക്കിയിട്ട് ഉരയ്ക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയായി. ഇത്രയൊക്കെ പോയിട്ടുണ്ട്. ഒരു വിധത്തിൽ ഞാൻ ഇത്രയാക്കിയെടുത്തു. അപ്പോൾ കുറേയൊക്കെ പോയിട്ടുണ്ട് അല്ലേ. ഇനി കുറച്ചേ ഉള്ളൂ, ഇനി അധികമൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.